ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൊമിനിക് അരുൺ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ആഗസ്റ്റ് 28 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 6ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും മികച്ച ഹോളുകൾ നിരത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ഹിന്ദി ഡബ്ബിംഗ് വേർഷൻ ഈ വരുന്ന സെപ്റ്റംബർ 4 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്നതാണ്. ഇന്ന് 2 മിനിറ്റ് 14 സെക്കൻഡ് ദൈർഘ്യമുള്ള ഹിന്ദി പതിപ്പിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. 5ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 5,25 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 21,60 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ തിങ്കളാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 14,50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 81 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 6ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ, ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ 2,51 ലക്ഷമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ 2,48 ലക്ഷം രൂപയാണ്. നിലവിൽ മണിക്കൂറിൽ 10,000 മുതൽ 14,000 ടിക്കറ്റ് വരെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇന്നും കേരളത്തിൽ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 94 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. 7ാം ദിവസമായ നാളെ ബുധനാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടിക്ക് മുകളിൽ എത്തിച്ചേരുന്നതുമാണ്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ സിനിമയാണ് ഹൃദയപൂർവ്വം. ഈ സിനിമ 5ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 2 കോടി 4 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 5 ദിവസം കൊണ്ട് 13 കോടി 34 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ 5 ദിവസത്തെ വിദേശ കളക്ഷൻ 20 കോടി രൂപയാണ്. ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 37 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 6ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലത്തെ പോലെ തന്നെ 2 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 15 കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വം സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലാണ്. ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 41 കോടി റേഞ്ചിലാണ് ഹൃദയപൂർവ്വം നേടിയെടുത്തിരിക്കുന്നത്. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, ലാൽ എന്നിങ്ങനെ താരതമ്യമായി അൽതാഫ് സലീം തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ഈ സിനിമ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 15,25,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ കേരള കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് 1 കോടി 67 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 2.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫൈസൽ ഫസറുദ്ദീൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച ഓണർ റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മേനെ പ്യാർ കിയ. ഋതു ഹാറൂൺ, പ്രീതി മുകുന്ദൻ, അസ്കർ അലി, റെഡിൻ കിങ്സ്ലി, അർജുൻ സുന്ദരശൻ, ജിയോ ബബി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 4,15,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. ആദ്യ 4 ദിവസം കൊണ്ട് 36,90,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായത്. സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായമാണ് കിട്ടിയിരുന്നതെങ്കിലും സിനിമ പരാജയമായി മാറിയിരിക്കുകയാണ്. തുഷാർ ജലോട്ട തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് പരം സുന്ദരി. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. കേരളത്തിൽ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ 2,05,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 4 ദിവസം കൊണ്ട് 16,20,000 രൂപ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് 36 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി 4 ദിവസം കൊണ്ട് 12 കോടി 50 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമ ലോകമെമ്പാടുമായി ആദ്യ 4 ദിവസം കൊണ്ട് 48 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അർജുൻ അശോകൻ നായകനായി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 തിയേറ്ററിലെത്തിയ ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയാണ് സുമതി വളവ്. ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. 32 ദിവസം കൊണ്ട് 20 കോടി 33 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 27-28 കോടി റേഞ്ചിലാണ്. അർജുൻ അശോകൻ നായകനായി അഖിൽ അനിൽകുമാർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 22 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് തലവര. രേവതി ശർമ്മ, അശോകൻ, ഷെബിൻ ബെൻസൺ, ദേവദർശിനി, ശരത് സഭ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 11ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 2,35,000 രൂപയാണ്. 11 ദിവസം കൊണ്ട് 2 കോടി 5 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. പോംപാരെ ഫിലിംസ് നിർമ്മിച്ച് അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത മഹാവതാർ നരസിംഹ എന്ന ആനിമേഷൻ സിനിമ ഇപ്പോഴും മികച്ച ഹോളുകൾ നിരത്തി മുന്നേറ്റം തുടരുകയാണ്. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 39 ദിവസം കൊണ്ട് 293 കോടി രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശ കളക്ഷനായി 26 കോടി 50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 39 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 319 കോടി 50 ലക്ഷം രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.